ഫാഷൻ ഡിസൈനർ എന്നീ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതാരത്നം ശ്രീമതി ആരതി പൊടിയെ ആദരിക്കുന്നു. ഈ ആദരവ് നൽകുന്നതിന് വേണ്ടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി കുമാരി സുദർശിനി അവർകളെ ക്ഷണിക്കുന്നു. ഈ ആദരവ് ഏറ്റുവാങ്ങാൻ ശ്രീമതി ആരതി പൊടിയെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നോർമലി ഞാൻ ഒരുപാട് ഫംഗ്ഷൻസിന് പോണ ഒരാളല്ല. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനാണ് പോവാറുള്ളത്. പക്ഷെ ഈ ഒരു ഫംഗ്ഷൻ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആണ്. ഒന്നാമത്തെ കാര്യം, നോർമലി എനിക്ക് ഡയറക്റ്റ് ആയിരിക്കും ഇതുപോലെ എന്തെങ്കിലും ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ വരാറുള്ളത്, അല്ലെങ്കിൽ റോബിൻ ചേട്ടൻ ത്രൂ ആയിരിക്കും, എന്റെ ഹസ്ബൻഡ് ത്രൂ ആയിരിക്കും വരാറുള്ളത്. ഈ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് എന്നെ വിളിച്ച് പറയണത് എന്റെ ഫാദർ ഇൻ ലോ ആണ്. അതുപോലെ തന്നെ മോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മോൾ അറ്റൻഡ് ചെയ്യണമെന്ന് എന്നെ വിളിച്ച് പറയണത് എന്റെ ഹസ്ബൻഡിന്റെ ഫാദറാണ്. അതുപോലെ എന്റെ ഹസ്ബൻഡിന്റെ നാടാണിത്. ഈ നാട്ടിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കുറച്ചും കൂടി സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഇന്നൊരു ഫംഗ്ഷന്റെ പാർട്ടാവാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തില് നമുക്ക് സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറയുന്നത്, അതായത് വുമൺ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ കാണുന്നത് നമുക്ക് പുരുഷന്മാരെക്കാൾ മുകളിൽ നിൽക്കണം, അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ നമുക്കും പറ്റും എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. നമുക്കും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടത്താൻ വേണ്ടി രണ്ടാമതൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഫിനാൻഷ്യലി നമുക്കൊരു ഫ്രീഡം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. നമ്മുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും രണ്ടാമതൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലത്ത് എല്ലാ സ്ത്രീകളും ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതുപോലെ തന്നെ 7 വർഷം മുമ്പ് ഞാൻ കണ്ടൊരു സ്വപ്നമാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പ്രളയം, കൊറോണ, അതുപോലെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇന്നും ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് 7 വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നിട്ടും ഞാൻ അതിന് ഗിവ് അപ്പ് ചെയ്യാതെ ഞാൻ അതിൽ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് 7 വർഷം ഞാൻ എന്റെ ഒരു സ്ഥാപനം കൊണ്ടു നടന്നിട്ടുള്ളത്. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യണം, അതിന് ആ ഡ്രീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കണ്ട എല്ലാ സ്വപ്നങ്ങളും സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ലൈഫിലൂടെ കുറച്ചെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് വരുന്ന ജനറേഷനെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ചേച്ചി ചെയ്യണ പോലെ എനിക്കും ചെയ്യണം, ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളെ പോലെ എനിക്കത് പോസിറ്റീവായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെന്റെ ഒരു സക്സസ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പും വർക്കല നഗരസഭയും കൂടെ സംഘടിപ്പിച്ചിട്ടുള്ള വനിതാ ജംഗ്ഷൻ എന്ന് പറഞ്ഞ പരിപാടിക്ക് എന്റെ എല്ലാ ആശംസകളും ഞാൻ നേരെയാണ്. അതുപോലെ വനിതാ തിയേറ്ററും വനിതാ ജംഗ്ഷനും കൂടി അവതരിപ്പിക്കുന്ന മകൾ എന്ന് പറഞ്ഞ നാടകത്തിനും എന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.